അപ്പോൾ നമുക്ക് കയറേണ്ടത് കൊള്ളി ഹിൽസ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലെ ഒരു ആക്സിഡൻറ്റ് ആയിട്ടേല്ലോ. കാർ ഭയങ്കര സീന് റൂട്ടാണ്. എൻട്രി എടുക്കാ സ്ഥലം എവിടെയാ തീർന്നു. എൻ്റെ മോനെ മോളിൽ നിന്ന് കാറ് വീണിയാണ്. മോളിൽ നിന്ന് കയറി വന്ന റൂട്ടാണിത്. ഇതുണ്ടോ ടോപ്പ് ഒരു രക്ഷയില്ല. ഗൈസ് ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 6:45. നമ്മളിപ്പോഴാണ് എണീറ്റത്. അപ്പോൾ എണീറ്റ് വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ച് സ്റ്റാർട്ടാക്കി. അപ്പോൾ ഇവിടെ ഫുള്ള് മഞ്ഞാണ്. ഇവിടുത്തെ മലയൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് ഇതാണ് നമ്മൾ പോകേണ്ട മലയാണിത്. ഒന്നും കാണുന്നില്ല. ഫുള്ള് ഇന്നലെ ഗ്രീനായിരുന്നു, ഇന്ന് ഫുള്ള് എന്താ പറയുക മഞ്ഞ് കൊണ്ട് മൂടിയിട്ട് ഒന്നും കാണാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇതുണ്ട് അവിടുത്തെ മലയൊക്കെ കണ്ടു ഫുള്ള് ഫോഗായിരിക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു 7-8 മണിയാകുമ്പോൾ വിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. പിന്നെ സണ്ണും വരുന്നുണ്ട്. അപ്പോൾ സെറ്റായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി വെച്ച് ഇനി മെല്ലെ എല്ലാ പരിപാടി നോക്കണം. പിന്നെ വണ്ടി ഫുള്ള് ഇതുണ്ടോ നല്ല തണുപ്പാണ് ഇതോ. ഓക്കെ ഗൈസ്, ഇനി ലഗേജെല്ലാം ഉള്ളിൽ കയറ്റണം, ഒന്ന് ഫ്രഷപ്പ് ആവണം. അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ സെറ്റപ്പൊക്കെ കഴിഞ്ഞു. നമ്മളിതെല്ലാം ലോഡാക്കി വെച്ച് സാധനം വെള്ളം കാര്യങ്ങളൊക്കെ കയറ്റി വെച്ച്. അപ്പോൾ ഇവർ നല്ല സപ്പോർട്ടായിരുന്നു. എന്നാൽ പോയിട്ട് വരണോ പാകളാ പോയിട്ട് വരാം. എന്നാ പോയിട്ട് വരാം. ഓക്കെ പോയിട്ട് വരാം. ഓക്കെ ഓക്കെ. ഈ പമ്പിലാണ് സ്റ്റേ ചെയ്തത്. നൈറ്റ് അടിപൊളിയായിരുന്നു. അവിടുത്തെ 3 ആൾക്കാരും ഫുൾ കമ്പനി, വർത്താനം, ചിരി, കളി മൊത്തം അടിപൊളിയായിരുന്നു. കിഡിന വൈബായിരുന്നു. അവിടെ നിന്നല്ല കിടക്കാൻ കുറച്ച് ലേറ്റായി പോയി. എഡിറ്റിങ് കാര്യങ്ങൾ ചെയ്തിട്ട് ഏകദേശം 12 മണിയായപ്പോൾ കിടന്നത്. 2 മണിക്കൂറിൻ്റെ അടുത്ത് കിടന്നത്. വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുൾ കോമഡി. അതിലൊരു ഏട്ടൻ ആംബുലൻസ് ഡ്രൈവറാണ്. അതിലൊന്ന് ആ ഗ്യാസ് ഫില്ല് ചെയ്യുന്ന ചേട്ടനാണ്. അതിലൊന്ന് ഒരാൾ വന്നിട്ടില്ല. ഒരാൾ എന്തോ ഒരു കേസ് വന്നിട്ട് പോയിട്ടുണ്ട്. മറ്റേ ആൾ അപ്പുറത്തെ വർക്ക്ഷോപ്പുണ്ട്. അടിപൊളി കമ്പനി വെച്ചാൽ കിട്ടില്ല എല്ലാ സംഭവം പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് കയറേണ്ടത് കൊള്ളി ഹിൽസ്. അതാണ് കൊള്ളി ഹിൽസ്. നമുക്ക് കാണാൻ പറ്റും. ഫുള്ള് ഫോഗാണ്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായി. 8 മണിയായിട്ടും അവിടുത്തെ ഫോഗും കാര്യങ്ങളൊന്നും പോയില്ല. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പോയി ഫുഡ് കഴിച്ചിട്ട് വേണം നല്ല കയറാനായിട്ട്. സ്റ്റേ ട്യൂൺഡ് ഗൈസ്, അടിപൊളിയായിരിക്കും. ഏഷ്യയിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കർവ് റോഡാണ് നമ്മളുടെ കൊള്ളി ഹിൽസ്. ഏകദേശം 70+ എയർപിൻ ഉണ്ട്. ഗൂഗിളിൽ 70 കാണിക്കുന്നത്, ആണെങ്കിൽ ലോക്കൽസ് പറയുന്നത് 78 എയർപിൻ ഉണ്ട്. ഡേഞ്ചറസ് ആണ്. അതുപോലെ തന്നെ എല്ലാവരും ബ്രേക്കും കാര്യങ്ങളൊന്നും പിടിക്കാണ്ട് വരിക. വണ്ടി ഓഫിൽ ന്യൂട്രലൊക്കെ വരിക. അപ്പോൾ ശ്രദ്ധിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പോലെ ഒരു ആക്സിഡൻറ്റ് ആയിട്ടേല്ലോ. കാറ് കർണാടകയിൽ വന്ന ടീം കാറ് മറിഞ്ഞിട്ട് അങ്ങനെ സംഭവമുണ്ട്. നിങ്ങൾ കാണിച്ചു തരാം. എന്തായാലും കാണുമ്പോൾ അതിൻ്റെ ഡേഞ്ചറസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മളിതാ കൊള്ളി ഹിൽസ് എന്ന് പറഞ്ഞ ബോർഡിൻ്റെ അടുത്തുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 34 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ലാസ്റ്റ് കയറുമ്പം കാണാം കേട്ടോ. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഒരു ഇഡ്ഡലി, 2 ദോശ, ഒരു പൊറോട്ട. ജസ്റ്റ് 60 റുപ്യ കഴിച്ച് നമ്മളത് വിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 8:45 ആകാൻ പോകുന്നു. 1 മണിക്കൂറുണ്ട്. 35 കിലോമീറ്റർ ഉണ്ട് കൊള്ളി ഹിൽസിലേക്ക്. ടൗണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കൊള്ളി ഹിൽസിലേക്ക് എൻ്റർ ആവുകയാണ്. അപ്പോൾ എൻ്റർ ആവുന്ന സമയത്ത് ഒന്നിക്കൽ എൻട്രി ചെയ്യേണ്ടി വരും അവിടെ എവിടെയെങ്കിലും. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നല്ല എയർപിന്നാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വണ്ടിക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്. ഇവിടുന്ന് കയറി ഇതുണ്ടോ അതിൻ്റെ റൂട്ട് കണ്ടോ നിങ്ങൾ. ഭയങ്കര സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സീന് റൂട്ടാണ്. നോക്കിപ്പോയി കഴിഞ്ഞാൽ നമ്മളെത്ര നോക്കിപ്പോയി കഴിഞ്ഞാലും വരേണ്ട ആൾക്കാർ വരേണ്ട പോലെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇതാണ് റൂട്ട്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഇതാ കൊള്ളി ഹിൽസ് പോകണം. ഒറ്റയ്ക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ഇവിടെ എൻട്രി ഉണ്ടോയെന്ന് ചോദിച്ചോണോ സാർ? എൻട്രി എടുക്കാ ഇല്ല? ഓക്കെ ഗൈസ്, എൻട്രി ഇല്ലയെന്ന് പറഞ്ഞേ. പിന്നെ ഈ കൊള്ളി ഹിൽസിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ എന്തൊക്കെയോ പണ്ടത്തെ ദൈവത്തിൻ്റെ ആയിട്ട് എന്തോ സംഭവമുണ്ട്. ദൈവത്തിൻ്റെ സ്ഥലം മാറ്റി റോഡ് അങ്ങനത്തെ എന്തോ സംഭവമുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. എന്തൊക്കെയോ കൊള്ളി ഹിൽസ് എന്ന് പറയുന്നത് എന്തോ കൊള്ളി അമ്മന്നോ അങ്ങനെ എന്തോ പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു ഇതാണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇതാ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല കറവാണ് കേട്ടോ. നല്ല കറവാണ്. ഫുൾ കറവാണ്. ചെറുതൊന്നുമല്ല, ഫുൾ യൂ ടേൺ. അതാണ് ഗൈസ്. നമ്മൾ ഈ 70 എയർപിൻ ഇല്ലയിൽ നമ്മൾ 16ാമത്തെ എയർപിന്ന് കയറാൻ പോവുകയാണ്. എയർപിന്ന് അത്യാവശ്യം നോർമൽ കറവും കാര്യങ്ങളൊന്നുമില്ല. ഫുൾ യൂട്ടേൺ. അതുകൊണ്ട് ഇത് കയറിയിട്ട് നേരെ മുകളിലേക്കാണ്.
അത് അത്യാവശ്യം വലിയ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചേർത്തിട്ടാണ് വരിക. അപ്പോൾ അതൊക്കെ നോക്കി എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർ ലോക്കൽസ് ആയതുകൊണ്ട് തന്നെ നല്ല വരുത്താണ്. നമ്മളിപ്പോൾ ഏകദേശം 27 എയർപിന്ന് കയറി. അത്യാവശ്യം കർവ്സിനൊക്കെ ഹൈറ്റ് കൂടി വന്ന് നല്ല ഹൈറ്റുണ്ട്. പിന്നെ മുകളിൽ കയറുന്നതിന് ചെറിയൊരു ചെവിട് തന്നെയും ബ്രീത്തിങ് ഒക്കെ പ്രശ്നം വരുന്നുണ്ട്. മൂക്കൊരു എരിച്ചൽ പോലെ ഓവർ തണുപ്പ് വരുമ്പോൾ ഇപ്പുറത്തുള്ള വ്യൂ ഉണ്ടോ അങ്ങോട്ട് അധികം നോക്കാൻ പറ്റില്ല. അപ്പോൾ ഫിംഗറൊക്കെ വേദന വരാൻ തുടങ്ങി. അപ്പോൾ ഇതാ ഫുൾ യൂ ടേൺ ആണ്. യൂ ടേൺ എന്ന് പറയുമ്പോൾ നോക്കി വേണം കയറാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം കയറ്റമില്ല ഇതാണ്. ഇവിടെ സ്ഥലം എവിടെയാ? മലപ്പുറം. കണ്ണൂർ. ആ നേരത്തെ എത്തി. ഓ അങ്ങനെ അല്ലേ. എനിക്ക് താഴെ പെട്രോൾ പമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു താഴെ. ആ പെട്രോൾ പമ്പിൽ ടെൻ്റ് ഉണ്ട്, സ്റ്റേ ചെയ്ത്. ഒറ്റക്കനെ ഗുണ്ടൽപേട്ട്, ഏർക്കാട്, കൊള്ളി ഹിൽസ്, തഞ്ചാവൂർ, രാമേശ്വരം, ധനുഷ്കോടിയാ. ഇത് കഴിഞ്ഞിട്ട് എവിടെയാ? ധനുഷ്കോടി. നമ്മൾ തഞ്ചാവൂർ പോയിട്ട് അങ്ങനെ പോകും. ആ ഓക്കെ. റൂം എടുക്കലാ? ഓക്കെ. ആ ടെൻ്റ്. പേര് വിഷ്ണു. നിങ്ങളെയോ? ഓക്കെ. എന്താ ചെയ്യുന്നേ? ഓക്കെ. അത്യാവശ്യം നല്ല കയറ്റാട്ടോ എയർപിന്നൊക്കെ. ഇവിടുത്തെ വ്യൂസ് നോക്കിയേ. താഴെപ്പോയാൽ തീർന്നു. എൻ്റെ മോനെ ഫുള്ള് ഫോഗാട്ടോ. കുറച്ചും കൂടി മുകളിൽ പോയിട്ട് കാണിച്ചു തരാം. തിരിച്ച് പോകണം. ഇതുണ്ടോ കയറി പോകുന്നുണ്ട്. കഴിച്ചു നോക്കിയേ. തട്ട് ഇതാണ് കയറി പോകണ്ട നമ്മൾ. കണ്ടോ ഫുള്ള് തട്ട് ഇതാണ്ടോ വ്യൂസ് ഉണ്ട്. ഇവിടുത്തെ കീട്ടിലെ വ്യൂസാണ്. തട്ടായിട്ട് കയറി പോകണം. ഇതാ ഇവിടെ ചില്ല കണ്ടോ. പക്ഷേ ഈ ചില്ല കണ്ടോ, ഈ ചില്ലാണ് ഞാൻ പറഞ്ഞ അന്ന് ആക്സിഡൻ്റ് ആയത്. മുകളിൽ നിന്ന് കാറ് വീണിയാണ്. കൊണ്ട് ചിഹ്നമുണ്ടോ കർണാടക ടീം. കുരങ്ങൻ. എൻ്റെ അമ്മേ കയറി പോവാണ് ഗൈസ്. നമ്മളെ കയറി വന്ന റൂട്ടാണിത്. ഇതുണ്ടോ അതിങ്ങനെ കയറി വന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകണം. എന്താ സെറ്റപ്പ് അല്ലേ. ഇതുണ്ടോ 39ാമത്തെ എയർപിൻ വരാൻ പോകുന്നു. 39ാമത്തെ എയർപിൻ ചേട്ടാ. ഇതുണ്ടോ ഭയങ്കര കയറ്റാട്ടോ ഗൈസ്. നമ്മളിനി കയറാൻ പോകുന്നത് 50ാമത്തെ എയർപിന്നാണ്. ഇതുണ്ട് ഇവിടുത്തെ വ്യൂസ് ഉണ്ടോ, ഫുള്ള് സെറ്റാണ്. ഇപ്പോൾ നമ്മളെ ഗൈസ് ഇതാ ഏകദേശം 1000 അടി മുകളിലെത്തി സീ ലെവലിൽ നിന്ന്. ഗൈസ് ഫൈനലി നമ്മൾ ഇതാ 70ാമത്തെ എയർപിന്നും കൂടി കയറാൻ പോവാണ്. 70 എയർപിൻ കംപ്ലീറ്റ് ആയി ഗൈസ്. ഇത് കൊള്ളി ഹിൽസ് കയറി കഴിഞ്ഞാട് ഫസ്റ്റ് വരുന്ന ടൗണാണ്. ഇതുണ്ട് ഇറക്കം കണ്ടോ. എൻ്റെ മോനെ ബ്രേക്ക് പിടിച്ച് ബ്രേക്ക് കഴിഞ്ഞു ഗൈസ്. ഇവിടുത്തെ വ്യൂ നോക്കിയേ. ഓക്കെ ബീറ്റാ. മോനെ ഗൈസ് ഇപ്പം മൊത്തത്തിൽ സ്ഥലം മാറി. നമ്മൾ നേരത്തെ കയറി വന്ന സ്ഥലം ഒന്നുമില്ല, ഇപ്പം മൊത്തത്തിൽ സ്ഥലം മാറി. ഇവിടുത്തെ വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഉണ്ടോ ഫുള്ള് ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് അവിടെയൊക്കെ മലയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഗൈസ് നമ്മൾ പിന്നെയും ഒരു ടൗൺ റീച്ച് ചെയ്തു. ബോട്ട് ഹൗസ് 4 കിലോമീറ്റർ, ബൊട്ടാണിക്കൽ ഗാർഡൻ 3 കിലോമീറ്റർ, സീക്കുപ്പാറ വ്യൂ പോയിന്റ് 2 കിലോമീറ്റർ. ഒന്ന് പോയി നോക്കിയാലോ ഗൈസ്. മയിലൊക്കെ ഉണ്ടോ ഗൈസ് നോക്കിയേ. ഫുള്ള് മയിലാട്ടോ ഇവിടെ. ഇത് മയിലിൻ്റെ കുട്ടിയാണ് ചേർക്കണ്ടത്. ഇത് കോയാണ്. പോയി നോക്കാം അണ്ണാ വ്യൂ പോയിന്റ് എങ്ങനെ ഇருக்கு? ഓക്കെ
അണ്ണാ വ്യൂ പോയിന്റാ? ഓക്കെ, വണ്ടി ആ ഓക്കെ. കഴിച്ച് അവിടുത്തെ ലുക്ക് നോക്കിയേ, ഫുള്ള് മല. ചീക്കുപ്പാറ വ്യൂ പോയിന്റ്, നാമക്കൽ ഫോറസ്റ്റ് ഡിവിഷൻ, കൊള്ളി ഹിൽസ് റേഞ്ച്. പാർക്ക് ടൈം 8 to 5 ആണ് കേട്ടോ. വർക്കിംഗ് ടൈം ടോട്ടൽ 20. ഇതുകൊണ്ട് ഇവിടുത്തെ വ്യൂ നോക്കി ഗൈസ്, ഫുള്ള് സെറ്റ് ചെയ്തോണ്ടോ. ഇതിൽ ടോപ്പ് ഒരു രക്ഷയില്ല ഗൈസ്. ഇതാണ് കയറിപ്പോണ്ട വഴി എന്ന് പറയുമ്പോൾ. കാടിനടുക്കേ കൂടി ഒരു ഇതുപോലത്തെ സെറ്റപ്പ് ആക്കിയിട്ട് വഴിയാണിത്. ഇതുണ്ടോ, ബോഡി ഷോ നടക്കുന്നുണ്ട്. ട്രാപ്പഡ് നൈസായിട്ട് പണി പാളി. വണ്ടി പോയിട്ട് പോലീസോടോ ഇല്ലെങ്കിൽ ഫോറസ്റ്റോടോ പോയി ചോദിച്ചു നോക്ക്.